Hi students, welcome to today's maths class, more and less. Income and expense ആണ് ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. See the monthly budget of ഷിജു ടീച്ചർ ലാസ്റ്റ് മന്ത്. ഷിജു ടീച്ചറിൻ്റെ കഴിഞ്ഞ മാസത്തെ ഫാമിലി ബജറ്റാണ് നമുക്കിവിടെ പഠിക്കുവാനായിട്ട് തന്നിരിക്കുന്നത്. ഐറ്റം തന്നിട്ടുണ്ട്, എസ്റ്റിമേറ്റഡ് എക്സ്പെൻസ് തന്നിട്ടുണ്ട്, ആക്ച്വൽ എക്സ്പെൻസും തന്നിട്ടുണ്ട്. ഫുഡിൻ്റെ എസ്റ്റിമേറ്റഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് 5400 ആണ്. ആക്ച്വൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് 4896 റുപ്പീസാണ്. ക്ലോത്ത്, ട്രാവൽ, മെഡിസിൻ, സെലിബ്രേഷൻസ് ഇവയുടെ എല്ലാം എസ്റ്റിമേറ്റഡ് എക്സ്പെൻസ് 2625 റുപ്പീസാണ്. ആക്ച്വൽ എക്സ്പെൻസ് 2980 റുപ്പീസാണ്. ടെലിഫോൺ, ഇലക്ട്രിസിറ്റി, ടി വി, ന്യൂസ് പേപ്പർ, ഇൻ്റർനെറ്റ് ഇവയുടെ എസ്റ്റിമേറ്റഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് 2075 റുപ്പീസാണ്. ആക്ച്വൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് 1948 റുപ്പീസാണ്. അതേഴ്സ് 2500. ആക്ച്വൽ എക്സ്പെൻസ് 3075 റുപ്പീസും ആണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ഈസ് ദ ആക്ച്വൽ എക്സ്പെൻസ് ഫോർ ദ മന്ത് മോർ ഓർ ലെസ് ദാൻ എസ്റ്റിമേറ്റഡ് എക്സ്പെൻസ്. ആക്ച്വൽ എക്സ്പെൻസ് ആണോ എസ്റ്റിമേറ്റഡ് എക്സ്പെൻസ് ആണോ കൂടുതൽ അല്ലെങ്കിൽ കുറവ്, ഇതേതാണെന്ന്. ഈസ് ദ ആക്ച്വൽ എക്സ്പെൻസ് ഫോർ ദ മന്ത് മോർ ഓർ ലെസ് ദാൻ ദി എസ്റ്റിമേറ്റഡ് എക്സ്പെൻസ്. അതാണ് നമുക്ക് ആദ്യമായിട്ട് കണ്ടുപിടിക്കേണ്ടത്. ആക്ച്വൽ എക്സ്പെൻസ് ആണോ എസ്റ്റിമേറ്റഡ് എക്സ്പെൻസ് ആണോ കൂടുതൽ അല്ലെങ്കിൽ കുറവ്, ഏതായിരുന്നു കൂടുതൽ അല്ലെങ്കിൽ കുറവ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആക്ച്വൽ എക്സ്പെൻസും കൂട്ടണം, എസ്റ്റിമേറ്റഡ് എക്സ്പെൻസും കൂട്ടി നോക്കണം. കുഞ്ഞുങ്ങളൊന്ന് കൂട്ടി നോക്കിക്കേ. ആക്ച്വൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് കുഞ്ഞുങ്ങളെ? 4896 പ്ലസ് 2980 പ്ലസ് 1948 പ്ലസ് 3075 എന്നതാണ് ആക്ച്വൽ എക്സ്പെൻസ്. എസ്റ്റിമേറ്റഡ് എക്സ്പെൻസോ 5400, 2625, 2075, 2500 ഇതാണ് ഏതാ എസ്റ്റിമേറ്റഡ് എക്സ്പെൻസ്. ഇത് തമ്മിൽ കൂട്ടിയാലേ ഇതിലേതാണ് കൂടുതലെന്നും ഏതാണ് കുറവെന്നും നമുക്ക് കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കുഞ്ഞുങ്ങളൊന്ന് കൂട്ടി നോക്കിക്കേ. ആദ്യം നമുക്ക് എസ്റ്റിമേറ്റഡ് എക്സ്പെൻസ് കൂട്ടാം. എസ്റ്റിമേറ്റഡ് എക്സ്പെൻസ് എസ്റ്റിമേറ്റഡ് എക്സ്പെൻസ് ഏതൊക്കെയാണ്? 5400, 2625, 2075, 2500. കൂട്ടി നോക്കിക്കേ കുഞ്ഞുങ്ങളെ. 5 + 5 10, 7 + 2 9 + 1 10,
6 plus 4, 10 plus 5, 15 plus 1, 16, 5 plus 1, 6, 6 plus 2, 8, 8 plus 2, 10, 10 plus 2, 12. ഇപ്പോൾ നമുക്ക് എസ്റ്റിമേറ്റഡ് എക്സ്പെൻസ് കിട്ടി. അതെത്രയാണ്? 12,600 rupees ആണ് എന്ന് കിട്ടി. ഇനി നമ്മൾ ആക്ച്വൽ എക്സ്പെൻസ് എത്രയാണെന്ന് കൂട്ടി നോക്കണം. ആക്ച്വൽ എക്സ്പെൻസ് എത്രയൊക്കെയാണ് കുഞ്ഞുങ്ങളെ? 4,896, 2,980, 1,948, 3,075. കുഞ്ഞുങ്ങൾ കൂട്ടി നോക്കിക്കേ എത്രയുണ്ട് എന്ന്. ഇതിൻ്റെ ആക്ച്വൽ എക്സ്പെൻസിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണെന്നൊന്ന് കൂട്ടി നോക്കിക്കേ. അതായത് 4,896, 2,980, 1,948, 3,075 rupees. ഇതിൻ്റെ ടോട്ടൽ എത്രയാണെന്ന് കൂട്ടി കണ്ടുപിടിച്ചേ. അതായത് 12,899 rupees ആണോ കുഞ്ഞുങ്ങളെ കൂട്ടിയിട്ട് കിട്ടിയത്? എത്രയാണ്? 12,899 rupees. ഇവിടെ എസ്റ്റിമേറ്റഡ് എക്സ്പെൻസ് ആണോ ആക്ച്വൽ എക്സ്പെൻസ് ആണോ കൂടുതലായിട്ടുള്ളത്? ഏതാ കുഞ്ഞുങ്ങളെ? പോറ്റനോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകും ഏതാ എക്സ്പെൻസ് കൂടുതൽ. ആക്ച്വൽ എക്സ്പെൻസ് ആണ് കൂടുതലായിട്ടുള്ളത്. ആക്ച്വൽ എക്സ്പെൻസ് 12,899 rupees ആണ്. എസ്റ്റിമേറ്റഡ് എക്സ്പെൻസോ 12,600 ആണ്. അതിനേക്കാൾ 2,299 rupees ആക്ച്വൽ എക്സ്പെൻസിൽ കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്? ആക്ച്വൽ എക്സ്പെൻസ് ആണ്. എസ്റ്റിമേറ്റഡ് എക്സ്പെൻസ് കുറവ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ക്വസ്റ്റ്യനിലേക്ക് ഇനി നമുക്ക് പോകാം. Which are the things for which the actual expense is more than the estimated expense? How much more? ഇനി അടുത്തത് എന്താണ് ചോദിച്ചിരിക്കുന്നത്? Which are the things for which the actual expense is more than the estimated expense? ഏതൊക്കെ തിങ്സിനാണ് ആക്ച്വൽ എക്സ്പെൻസ് കൂടുതലായിട്ടുള്ളത് എന്നാണ് ഇനി അടുത്ത ചോദ്യം. അതിനെന്ത് ചെയ്യണം? നമുക്ക് ഓരോന്നിൻ്റെയും ആക്ച്വൽ എക്സ്പെൻസും എസ്റ്റിമേറ്റഡ് എക്സ്പെൻസും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഇപ്പോൾ ആദ്യത്തെ എന്താണ്? ഫുഡാണ്. ഫുഡിൻ്റെ എസ്റ്റിമേറ്റഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഏതാണ്? 5,400 rupees ആണ്. പിന്നെ ആക്ച്വൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് എത്രയാണ് കുഞ്ഞുങ്ങളെ? 4,896 rupees ആണ്. അപ്പോൾ ഇതിലേതാണ് ആക്ച്വൽ എക്സ്പെൻസ്? ഫുഡിൻ്റെ കൂടുതലുണ്ടോ? ഇല്ല, അത് കുറവാണെന്ന് നമുക്ക് അതിനകത്ത് കണ്ടുപിടിക്കാം. അതൊന്ന് കൂട്ടി കണ്ടുപിടിച്ച് നോക്കാം നമുക്ക്. ഫുഡിൻ്റെ എസ്റ്റിമേറ്റഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് 5,400 rupees ആണ്. ആക്ച്വൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് 4,896 rupees ആണ്. $5,400 നിന്ന്
4896 രൂപ കുറച്ചാൽ ബാലൻസ് എത്ര കിട്ടുമെന്ന് കണ്ടുപിടിച്ചേ കുഞ്ഞുങ്ങളെ. എത്രയാണ്? 504 റുപ്പീസാണ്. എത്രയാ കുഞ്ഞുങ്ങളെ? 504 റുപ്പീസ്. ഫുഡിൻ്റെ എസ്റ്റിമേറ്റഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് 5400 ആണ്. ആക്ച്വൽ എക്സ്പെൻസ് 4896 റുപ്പീസാണ്. ഇതിൽ ആക്ച്വൽ എക്സ്പെൻസ് കുറവാണ്. അത് എത്ര രൂപയുടെ കുറവ് വന്നിട്ടുണ്ട്? 504 റുപ്പീസിൻ്റെ കുറവ് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഏതാണ്? നമ്മൾ ക്ലോത്ത്, ട്രാവൽ, മെഡിസിൻ, സെലിബ്രേഷൻ. അതിനു വേണ്ടി എസ്റ്റിമേറ്റഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? എസ്റ്റിമേറ്റഡ് എക്സ്പെൻസ് 2625 ആയിരുന്നു. ആക്ച്വൽ എക്സ്പെൻസ് 2980 റുപ്പീസാണ്. അപ്പോൾ ആക്ച്വൽ എക്സ്പെൻസിൽ നിന്ന് എസ്റ്റിമേറ്റഡ് എക്സ്പെൻസ് നമുക്ക് കുറച്ച് നോക്കാം. 2980 മൈനസ് 2625. കുഞ്ഞുങ്ങൾ കുറച്ച് നോക്കിക്കേ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണെന്ന്. എത്രയാണ്? 355 റുപ്പീസാണ്. ആക്ച്വൽ എക്സ്പെൻസും എസ്റ്റിമേറ്റഡ് എക്സ്പെൻസും തമ്മിലുള്ള വ്യത്യാസം, ക്ലോത്തിൻ്റെയും ട്രാവലിൻ്റെയും മെഡിസിൻ്റെയും സെലിബ്രേഷൻ്റെ എല്ലാം ഡിഫറൻസ് എന്ന് പറയുന്നത് 355 റുപ്പീസാണ്. ഇനി നെക്സ്റ്റ് വൺ ഏതാണ് കുഞ്ഞുങ്ങളെ? ടെലിഫോൺ, ഇലക്ട്രിസിറ്റി, TV, ന്യൂസ് പേപ്പർ, ഇൻ്റർനെറ്റ്. അതിൻ്റെ എത്രയാണ്? എസ്റ്റിമേറ്റഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് 2075 ആണ്. ആക്ച്വൽ എക്സ്പെൻസ് 1948 ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ചേ കുഞ്ഞുങ്ങളെ. എത്രയാണ്? 127 ആണ് ഇതിൻ്റെ ഡിഫറൻസ്. എത്രയാണ്? 127 റുപ്പീസാണ്. ഇനി നമ്മൾ കണ്ടുപിടിക്കുവാനുള്ള ഏതാണ്? അതേഴ്സാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. അതേഴ്സിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് നോക്കിക്കേ. അതേഴ്സ് ഏതൊക്കെയാണ്? അതേഴ്സ് എന്ന് പറയുന്നത് എസ്റ്റിമേറ്റഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 2500 ഇവിടെ ആക്ച്വൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 3075 റുപ്പീസുമാണ്. അതേഴ്സ് അതും കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. ആക്ച്വൽ എക്സ്പെൻസ് 3075 റുപ്പീസാണ്. അതിൽ നിന്ന് എസ്റ്റിമേറ്റഡ് എക്സ്പെൻസ് ആയ 2500 നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആൻസർ എത്ര കിട്ടുന്നു കുഞ്ഞുങ്ങളെ? 575 റുപ്പീസ് എന്ന് കിട്ടുന്നു. ഇപ്പോൾ എല്ലാത്തിൻ്റെയും ഡിഫറൻസ് നമുക്ക് ആക്ച്വൽ എക്സ്പെൻസും എസ്റ്റിമേറ്റഡ് എക്സ്പെൻസും തമ്മിലുള്ള ഡിഫറൻസ് തന്നിട്ടുണ്ട്. ഫുഡിൻ്റെ ആക്ച്വൽ എക്സ്പെൻസും എസ്റ്റിമേറ്റഡ് എക്സ്പെൻസും തമ്മിൽ ഏതിനാണ് കൂടുതൽ വന്നത്? ഏതിനാണ് കുഞ്ഞുങ്ങളെ?
എസ്റ്റിമേറ്റ് എക്സ്പെൻസ് ആണ് മുമ്പിൽ നിൽക്കുന്ന. ആക്ച്വൽ എക്സ്പെൻസ് 4896 റുപ്പീസേ ഉള്ളൂ. അവിടെ എസ്റ്റിമേറ്റഡ് എക്സ്പെൻസുമായിട്ട് 504 റുപ്പീസിൻ്റെ വ്യത്യാസമുണ്ട്. ക്ലോത്ത്, ട്രാവൽ, മെഡിസിൻ, സെലിബ്രേഷൻ ഇവയ്ക്കെല്ലാം കൂടി ഏതാണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്? എസ്റ്റിമേറ്റ് എക്സ്പെൻസിനേക്കാൾ കൂടുതൽ വന്നിരിക്കുന്നത് ഏതാണ്? ആക്ച്വൽ എക്സ്പെൻസ് ആണ്. അത് എത്ര രൂപയുടെ കൂടുതൽ വന്നിട്ടുണ്ട്? 355 റുപ്പീസിൻ്റെ വന്നിട്ടുണ്ട്. ടെലിഫോൺ, ഇലക്ട്രിസിറ്റി, TV, ന്യൂസ് പേപ്പർ ഇവയ്ക്ക് എസ്റ്റിമേറ്റഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് 2075 റുപ്പീസാണ്. ആക്ച്വൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് 1948 റുപ്പീസാണ്. ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ് കുഞ്ഞുങ്ങളെ? 127 റുപ്പീസാണ്. അതേഴ്സ് എന്ന് പറയുന്നത്, അതേഴ്സിൽ ആക്ച്വൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് 3075 റുപ്പീസാണ്. എസ്റ്റിമേറ്റഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് 2500 റുപ്പീസാണ്. ഇവിടെ ആക്ച്വൽ എക്സ്പെൻസ് ആണ് കൂടുതൽ വന്നിരിക്കുന്നത്. അത് എത്ര രൂപയുടെ വന്നു? 575 റുപ്പീസ്. ഇപ്പം നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. What are the things for which the actual expense is more than the estimated expense? ആക്ച്വൽ എക്സ്പെൻസ് കൂടുതലായിട്ടുള്ളത് എവിടേക്കാണെന്ന് നോക്കിക്കേ. ഏതൊക്കെയാണ് ആക്ച്വൽ എക്സ്പെൻസ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്? അതായത് ക്ലോത്ത്, ട്രാവൽ, മെഡിസിൻ, സെലിബ്രേഷൻ. അവിടെ ആക്ച്വൽ എക്സ്പെൻസ് ആണ് കൂടുതലായി വന്നിരിക്കുന്നത്. എസ്റ്റിമേറ്റഡ് എക്സ്പെൻസ് 2625 റുപ്പീസേ ഉള്ളൂ. ഇവിടെ ആക്ച്വൽ എക്സ്പെൻസ് ഇതിന് കൂടുതലാണ്. ഇനി നെക്സ്റ്റ് വൺ, അത് എത്ര രൂപയുടെ വ്യത്യാസമാണ്? 355 റുപ്പീസിൻ്റെ വ്യത്യാസമാണ്. പിന്നെ ഏതൊക്കെയാണ് വന്നിരിക്കുന്നത്? അതേഴ്സ് അല്ലേ? അതേഴ്സിൽ ആക്ച്വൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് എത്രയാണ് വന്നിരിക്കുന്നത്? 3075 റുപ്പീസാണ്. എസ്റ്റിമേറ്റഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 2500 റുപ്പീസാണ്. ഇവിടെയും 575 റുപ്പീസ് കൂടുതലായിട്ടാണ് വന്നിരിക്കുന്നത്. അതേഴ്സിലും നമുക്ക് ആക്ച്വൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് കൂടുതലാണ് വന്നിരിക്കുന്നത്. ഇത് രണ്ടുമാണ് ആക്ച്വൽ എക്സ്പെൻസ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. ഏതൊക്കെയാണ്? ക്ലോത്ത്, ട്രാവൽ, മെഡിസിൻ, സെലിബ്രേഷൻ ഇവയ്ക്കും കൂടുതലാണ്. പിന്നെ അതേഴ്സിനും 575 റുപ്പീസ് കൂടുതലാണ്. ക്ലോത്തിനും 355 റുപ്പീസ് കൂടുതലാണ്. ഇനി ലെസ് ദാൻ ആയിട്ട് വന്നിരിക്കുന്ന ഏതൊക്കെയാണ് കുഞ്ഞുങ്ങളെ? വിച്ച് ആർ ദ തിങ്സ് ഫോർ വിച്ച് ദ ആക്ച്വൽ എക്സ്പെൻസ് ഈസ് ലെസ് ദാൻ ദി എസ്റ്റിമേറ്റഡ് എക്സ്പെൻസ്? ആക്ച്വൽ എക്സ്പെൻസ് ലെസ് ദാൻ ആയിട്ട് വന്നിരിക്കുന്ന ഏതൊക്കെയാണ്? ഫുഡിനും പിന്നെ ഏതാ? ടെലിഫോണിനുമാണ്. ഫുഡിന് 504 രൂപയുടെ കുറവും ടെലിഫോണിന് 120. ടെലിഫോൺ, ഇലക്ട്രിസിറ്റി, TV, ന്യൂസ് പേപ്പർ ഇവയ്ക്ക് 127 രൂപയുടെ കുറവും വന്നിട്ടുണ്ട്. ഇത് ലെസ് ദാനാണ്. ഇത് ലെസ് ദാൻ. ടെലിഫോൺ ഇതും ലെസ് ദാനാണ്. എത്രയാണ്? 504 രൂപയുടെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. എസ്റ്റിമേറ്റഡ് എക്സ്പെൻസും ആക്ച്വൽ എക്സ്പെൻസും തമ്മിൽ കുറവ് വന്നത് ഫുഡിനും ടെലിഫോൺ, ഇലക്ട്രിസിറ്റി, TV, ന്യൂസ് പേപ്പർ, ഇൻ്റർനെറ്റ് ഇവയ്ക്കുമാണ്. ഇവയ്ക്ക് ഫുഡിന് 504 രൂപയുടെ കുറവും ആക്ച്വൽ എക്സ്പെൻസും എസ്റ്റിമേറ്റഡ് എക്സ്പെൻസും തമ്മിലുള്ള ഡിഫറൻസ് 504 രൂപയുടെയാണ്. ടെലിഫോണിനാണെങ്കിൽ 127 രൂപയുടെ കുറവും ഉണ്ടായി. ഓക്കെ, നമുക്ക് നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്.
ഇനി പുതിയ ചാപ്റ്ററുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കേ താങ്ക് യു.